الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിതത്തിലുടനീളം തഖ്വ ബോധം നിലനിർത്തി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഒരു വിശ്വാസിയുടെ മനസ്സ് പ്രാർത്ഥന നിർഭരമായിരിക്കും. അവരുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്നിട്ടുള്ളതാണ് പ്രാർത്ഥന എന്ന ഇബാദത്ത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു 25-ാം അധ്യായം 77-ാമത്തെ വചനത്തിൽ സൂറത്തു അൽ ഫുർഖാനിൽ പറയുന്നു, ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. പ്രവാചകരെ, അങ്ങ് പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരിഗണിക്കുക പോലുമില്ല. ഇപ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥനയിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അവൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതും എൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയിലൂടെയാണ്. അടിമയും ഉടമയും തമ്മിലുള്ള അതിശക്തമായ ബന്ധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ മുമ്പിൽ തുറക്കാത്ത വാതിലുകളില്ല. അതുപോലെ തന്നെ നാം പലപ്പോഴും അസാധ്യം, അസംഭവ്യം എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഈ പദങ്ങൾ പോലും അപ്രസക്തമാണ്. അസാധ്യമെന്ന ഒന്ന്, അസംഭവ്യമെന്ന ഒന്ന് പ്രാർത്ഥനയ്ക്ക് മുമ്പിലില്ല. ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന യാഥാർത്ഥ്യങ്ങളാണത്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ച 18 വർഷത്തോളം നീണ്ട
പരീക്ഷണങ്ങൾ അനുഭവിച്ച, തൻ്റെ സമ്പത്ത് നശിച്ചു പോവുകയും തൻ്റെ കുടുംബങ്ങൾ തന്നിൽ നിന്ന് അകന്നു പോവുകയും രോഗത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയുണ്ടാവുകയുമൊക്കെ ചെയ്തിട്ടുള്ള അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വേള തൻ്റെ വൈകാരികമായ ചിന്തകൾക്കടിമപ്പെട്ട് സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയിട്ടുള്ള മത്സ്യത്തിൻ്റെ വയറ്റിലെത്തിപ്പെടുകയും പിന്നീട് ഖേദിച്ചു മടങ്ങുകയും ചെയ്തിട്ടുള്ള യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൻ്റെ സായം സദ്യയിലും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ലഭിക്കാതെ വളരെ പ്രയാസത്തിൽ ജീവിച്ചിട്ടുള്ള സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇതുപോലെയുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ അംബിയ 21-ാം അധ്യായത്തിൽ 83-ാമത്തെ വചനം തൊട്ട് വിവരിക്കുന്നുണ്ട്. ആ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഞാൻ പറഞ്ഞതുപോലെ അസാധ്യമെന്നൊന്ന്, അസംഭവ്യമെന്ന ഒന്ന് ഈ പ്രാർത്ഥനയുടെ മുമ്പിലില്ല എന്ന ചരിത്രങ്ങളാണ്. അതുപോലെ തന്നെ മനുഷ്യർ എത്ര ഉന്നതനായിരുന്നാലും അവൻ്റെ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും രംഗത്ത് എന്ത് കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട് എങ്കിലും വിദ്യാഭ്യാസ മേഖലയിലോ മറ്റു മേഖലകളിലോ എടുത്തു പറയാൻ പറ്റുന്ന വിധത്തിലുള്ള അത്ഭുതാവഹമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എങ്കിലും പലപ്പോഴും നമ്മൾ പകച്ചു പോകുന്ന ജീവിതത്തിലെ ഒരുപാട് രംഗങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ, എന്ത് സമീപനം സ്വീകരിക്കണമെന്നറിയാതെ, എങ്ങനെ എന്നിൽ നിന്ന് അത് നീങ്ങിക്കിട്ടും എന്നറിയാതെ ഒരു പോംവഴി പോലും നമ്മുടെ മുമ്പിൽ കാണാത്ത വിധത്തിൽ പകച്ചു പോകുന്ന ഒരുപാട് രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോഴെല്ലാം വിശ്വാസികളായ നമുക്കോരോരുത്തർക്കും നമ്മുടെ മുമ്പിലുള്ള ഒരു അത്താണിയായിട്ടാണ്, ഒരു അവലംബമായിട്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പ്രാർത്ഥനയെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകൻ ഒരു തിരുവചനത്തിലൂടെ പറഞ്ഞു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി വ ഇമാദുദ്ദീൻ വ നൂറുസ് സമാവാതി വൽ അർള്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് വിശ്വാസിയുടെ കയ്യിലുള്ള ഒരു ആയുധമാണ്. അഥവാ തൻ്റെ ഉടമയായ, തൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള നമ്മുടെ കൈകളിലുള്ള വിശ്വാസിനികളുടെ കൈകളിലുള്ള ഒരു ആയുധമാണ് പ്രാർത്ഥന. വ ഇമാദുദ്ദീൻ, അത് മതത്തിൻ്റെ നെടുന്തൂണുമാണ്. വ നൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ പ്രകാശവുമാണത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം സൂറത്തു അൽ ഫാത്തിറിലെ 15-ാമത്തെ ആയത്തിൽ പറയുന്നത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അള്ളാഹുവിനെ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ദരിദ്രന്മാരാണ്. അള്ളാഹുവിൻ്റെ ഉന്നതി, അവൻ്റെ കഴിവ്, അവൻ്റെ പദവി, ഇതെല്ലാം നോക്കുമ്പോൾ നിങ്ങൾ ഫുഖറാക്കളാണ്, വളരെ നിസ്സാരന്മാരാണ്, ദരിദ്ര നാരായണന്മാരാണ്. നിങ്ങൾക്കൊന്നും നിങ്ങളുടെ ഉദ്ദേശം പോലെ ചെയ്തു തീർക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അല്ലാഹുവാണ് ഗനിയ്യ്, മറ്റൊരാളുടെ ആശ്രയം ആവശ്യമില്ലാത്തവൻ, മറ്റൊരാളുടെ അവലംബം ആവശ്യമില്ലാത്തവൻ. അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് മറ്റൊരാളുകളുടെ സംരക്ഷണവും അതുപോലെ തന്നെ സഹായവും അവലംബവുമെല്ലാം ആവശ്യമായിട്ടുള്ളവരാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ലൈസ ശൈഉൻ അക്റമു അലല്ലാഹി അസ്സ വജല്ല മിന ദുആ, ദുആയോളം അക്രമായ ശ്രേഷ്ഠമായ മറ്റൊരു കാര്യവും തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇല്ല. വ അശ്റഫുൽ ഇബാദ അദ്ദുആ,
ഇബാദത്തുകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായതും പ്രാർത്ഥനയാകുന്നു. വമൻ ലാ യസ്അലുല്ലാഹ് യഗ്ളബു അലൈഹി. അള്ളാഹുവിനോട് ആരെങ്കിലും വല്ലതും ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അവനോട് കോപിക്കുന്നതാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരാൾ ഒരു വട്ടം ചോദിച്ചു, അടുത്ത വട്ടം ചോദിച്ചു, പലവട്ടം ചോദിച്ചു, അങ്ങനെയായാൽ നമുക്ക് നീരസമാണ് ഉണ്ടാവുക. എന്നാൽ നേരെ മറിച്ച് അള്ളാഹുവിനോട് ഒരു വട്ടം ചോദിച്ചു, രണ്ടു വട്ടം ചോദിച്ചു, പലവട്ടം ചോദിച്ചു, പല വട്ടം ചോദിച്ചു, ഇങ്ങനെ ചോദിക്കുന്നിടത്തോളം നമ്മുടെ നാഥനായ അള്ളാഹുവിന് നമ്മോട് ഇഷ്ടം കൂടുകയാണ് ചെയ്യുന്നത്. വെറുപ്പല്ല, നമ്മെ അകറ്റുകയല്ല, നമ്മോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്യുന്നത് എന്നാണ് പ്രവാചകൻ ഈ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ലാ യറുദ്ദുൽ ഖളാ ഇല്ലാ ബിദ്ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല പല വിധികൾ നമ്മളിൽ അവൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഖദർ, ഖളാ എന്ന് പറയുന്ന വിധികൾ, അത് മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് മുതൽ അവൻ നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് നിശ്ചയങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ആയുധമായ പ്രാർത്ഥന ഈ ഖദർ, ഖളാഉകളെ വരെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ്. അങ്ങനെയുള്ള അപകടങ്ങളോ ദുരിതങ്ങളോ രോഗങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളുടെ ഫലമായി അവൻ അങ്ങനെയുള്ള കാര്യങ്ങളെ തട്ടിമാറ്റുന്നതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇന്ന ദുആ യൻഫഉ മിമ്മാ നസല വ മിമ്മാ ലം യൻസിൽ. നമുക്ക് ഇറങ്ങിയിട്ടുള്ളതിലും ഇനി ഇറങ്ങാനുള്ളതിലുമെല്ലാം തന്നെ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഫലം ചെയ്യുന്നതാണ്. ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദാസന്മാരെ, നിങ്ങൾ നിരന്തരം പ്രാർത്ഥനാ നിരതരാവുക. അതുപോലെ നാം പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് 3 രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതാണ്. ഒന്നുകിൽ പ്രവാചകൻ പറഞ്ഞു, ഇമ്മാ അൻ യുഅജ്ജല ലഹു ദഅവതുഹു. ഒന്നുകിൽ അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ച് അവൻ ചോദിച്ച കാര്യം അവന് ലഭിച്ചു എന്ന് വന്നേക്കാം. വഇമ്മാ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ. അതല്ലെങ്കിൽ അവൻ ചോദിച്ചത് ലഭിച്ചിട്ടുണ്ടാവുകയില്ല, അത് അള്ളാഹു അവന് ആഖിറത്തിലേക്ക് അള്ളാഹു നീക്കി വെച്ചിട്ടുണ്ടാകും. വഇമ്മാ അൻ യസ്രിഫ അൻഹു മിനസ്സൂഇ മിസ്ലിഹാ. ഇനി അത് അവന് ലഭിച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നീക്കി വെച്ചിട്ടുമില്ല എങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏതെങ്കിലും വിപത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തട്ടിമാറ്റും. അഥവാ ഒരിക്കലും പ്രാർത്ഥന എന്നത് നിഷ്ഫലമാകുന്നില്ല. ഒന്നുകിൽ ചോദിച്ചത് കിട്ടും, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നീക്കിവെക്കും. അതുമല്ലെങ്കിൽ നമ്മുടെ അളവിൽ അള്ളാഹു നിശ്ചയിച്ച ഖദർ ഖളാഇൽപ്പെട്ട ഏതെങ്കിലും ദുരിതങ്ങളെ അള്ളാഹു നമ്മിൽ നിന്ന് തട്ടിമാറ്റും. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി നാം കഴിച്ചുകൂട്ടുന്ന സാധാരണ വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളും അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ പ്രാർത്ഥനാ നിർഭരമായ അവസ്ഥയിൽ കഴിച്ചുകൂട്ടുന്ന ഒരു മാസത്തിലേക്ക് കൂടിയാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വിഷയം മനസ്സിൽ നാം ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്ന മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുക കൂടി ചെയ്യണം. പക്ഷേ അവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടത്ര ഫലം കിട്ടുന്നില്ല. നാം ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് സാധ്യമാകുന്നില്ല എന്ന ഒരു പരാതി പലപ്പോഴും നമ്മുടെ മനസ്സുകൾ നമ്മോട് പറയാറുണ്ട്. എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി അള്ളാഹിനോട് കൈ ഉയർത്താൻ പറഞ്ഞിട്ട് ഇതുവരെ എനിക്കതിൻ്റെ ഫലം കിട്ടിയിട്ടില്ല എന്ന്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പ്രാർത്ഥന നമ്മൾ വിചാരിച്ച ഏതെങ്കിലും ഒരു വിധത്തിൽ അങ്ങ് അത് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിന് ഒരുപാട് നിബന്ധനകളും നിർദ്ദേശങ്ങളും രൂപങ്ങളുമുണ്ട്. അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്,
അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നാം ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നാണ്. ഗുഹയിൽ അകപ്പെട്ട ആളുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് പാല് കൊടുത്ത കാര്യമാണ് ഒരാളെടുത്തു പറഞ്ഞത്. വേറൊരാൾ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ സഹായിച്ച കാര്യമാണ്. മറ്റൊരാൾ ഒരു കൂലിക്കാരനെ വിളിച്ച് അയാൾക്ക് പണം കൊടുത്ത സംഭവമാണ്. നാം ആ ചരിത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. അവരോരോരുത്തരും പടച്ചവനെ, ഞങ്ങൾ ചെയ്ത കാര്യം നീ സ്വീകരിക്കുന്ന ഒരു അമലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അകപ്പെട്ട ഈ ഗുഹയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ അവർ രക്ഷപ്പെട്ടു എന്നാണ്. ഇതുപോലെ ജീവിതത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന വല്ലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അത് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പടച്ചവരെ, ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന വഖഫ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന ആൾക്കൊരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഇന്ന ആളുടെ രോഗത്തിന് വേണ്ടി ഞാൻ ചികിത്സയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കും എന്നുറപ്പുള്ള നാം ചെയ്ത എടുത്തു പറയാൻ പറ്റുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകണം. ഓരോ സഹോദരന്റെയും സഹോദരിയുടെയും ജീവിതത്തിലുണ്ടാകണം. അത് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വളരെ എളുപ്പമാണ്. രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ, 100-ലധികം പേരുകൾ അള്ളാഹുവിൻ്റേത് ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറയുന്നത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ലഹു. അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല പേരുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അങ്ങനെയാണ്. കഅബാലയം പടുത്തുയർത്തുന്ന സമയത്ത് ആ പണി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സമീഉൽ അലീം, അതാണ് ആ വിശേഷണം. എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലാം മനസ്സിലാക്കുന്ന പടച്ചോനെ. നമുക്ക് സാധാരണ നമ്മൾ പ്രയോഗിക്കുന്ന ഗഫൂറായ റബ്ബേ, റഹ്മാനായ റബ്ബേ, റഹീമായ തമ്പുരാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അള്ളാന്റെ വിശേഷണങ്ങൾ പണ്ട് കാലത്ത് നമ്മുടെ പൂർവ്വപിതാക്കൾ ഉപയോഗിച്ചിരുന്നുവല്ലോ. മലയാള ഭാഷയില്ല പദമില്ലെങ്കിലും ഹോജരാജാവായ തമ്പുരാനെ എന്ന്. അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അവരുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയ ഉത്കൃഷ്ടമായ പദമായിട്ടാണ് അവർ ആ പദം പ്രയോഗിക്കുന്നത്. അതുപോലെയുള്ള പദങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മൂന്നാമതായി, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം. കിട്ടെങ്കിൽ കിട്ടിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നു, തരേണ്ടത് പഠിച്ചോനാണ്, തരികയാണെങ്കിൽ തന്നോട്ടെ എന്ന രൂപത്തിലല്ല, മറിച്ച് ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഫദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. ഇഖ്ലാസോട് കൂടിയിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചാൽ എൻ്റെ റബ്ബ് അത് തട്ടിമാറ്റുകയില്ല. ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ കരുണാമയനായ റബ്ബ് ആ പ്രാർത്ഥന നിരസിക്കുകയില്ല. ഞാനാണ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ റബ്ബ് തീർച്ചയായും എനിക്ക് നൽകും. ആ ധൈര്യത്തോടുകൂടി, ആ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. പ്രവാചകൻ പഠിപ്പിച്ചത് ഉദ്ഉല്ലാഹ് വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. ഉത്തരം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. വഅലമൂ അന്നല്ലാഹ ലാ യസ്തജീബു മൻ ഖൽബഹു ഗാഫിലുല്ലാഹ്. ഒരാളുടെ പ്രാർത്ഥന അശ്രദ്ധയോടുകൂടി, അലംഭാവത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കൂല. ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്ക് അശ്രദ്ധയോടുകൂടി ആമീൻ ആമീൻ എന്ന് പറഞ്ഞത് കൊണ്ട് അള്ളാഹ് പ്രാർത്ഥന കേൾക്കണമെന്നില്ല. മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ റബ്ബാണ്, എന്നോട് സ്നേഹമുള്ളവനാണ്, അവൻ വദൂദാണ്, എന്നോട് ഏറ്റവും ഇഷ്ടമുള്ളവനാണ്, ഞാൻ അവൻ്റെ തൃപ്തിക്ക് വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നുണ്ട്, അവൻ അത് സ്വീകരിക്കുന്നുവെങ്കിൽ ഞാൻ അവൻ്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ടവനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചാൽ എൻ്റെ റബ്ബ് തട്ടിമാറ്റുകയില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്ന അവസ്ഥയുണ്ടാകണം. അതുപോലെ മറ്റൊന്ന്, വിനയവും രഹസ്യ സ്വഭാവവും ഉണ്ടാകണമെന്നാണ്. അഹങ്കാരത്തോടു കൂടിയല്ല,
അഹംഭാവത്തോട് കൂടിയിട്ടല്ല. നാം വലിയ സ്ഥാനമാനങ്ങളിലും പദവികളിലും ഒക്കെ ഇരിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ വേഷവിധാനങ്ങളോ കാര്യങ്ങളോ ഒക്കെ സ്വീകരിക്കുന്ന ആളുകളായിരിക്കും. എന്നാലും ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത് എൻ്റെ യജമാനനായ രക്ഷകനായ റബ്ബിന്റെ മുമ്പിലാണ്. ഞാനിതാ കൈകൾ ഉയർത്തുകയാണ്. മറ്റാരാളുടെ മുമ്പിലും ഞാൻ യാചിക്കുന്നത് പോലെ കൈകൾ ഉയർത്തിയിട്ടില്ല. എനിക്ക് ജീവിക്കാനുള്ളത് എൻ്റെ അടുക്കലുണ്ട്, എനിക്ക് ഭക്ഷിക്കാനുള്ളത് എൻ്റെ അടുക്കലുണ്ട്, എനിക്ക് അനുഭവിക്കാനുള്ളത് എൻ്റെ അടുക്കലുണ്ട്. മറ്റൊരാളുടെ മുമ്പിലും ഞാൻ കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. എന്നാൽ എൻ്റെ നാഥൻ, അവൻ്റെ നേരെ ഞാനിതാ യാചിക്കുകയാണ്, അവൻ്റെ നേരെ ഞാനിതാ കൈകൾ ഉയർത്തുകയാണ്. ആ കൈകൾ ഉയർത്തി വളരെ വിനയാന്വിതനായിട്ടാണ് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം 55-ാമത്തെ സൂറത്തിൽ ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, വിനയത്തോടുകൂടി ഗോപ്യമായിട്ട് മെല്ലെ, അട്ടഹാസങ്ങളല്ല. പല സ്ഥലങ്ങളിലും ദുആ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അട്ടഹാസങ്ങളല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക എന്നതല്ല, മറിച്ച് സ്വയം ഗോപ്യമായ മനസ്സറിഞ്ഞ് ഉള്ളിൽ തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. അദ്ദേഹം വളരെ ഗോപ്യമായ രഹസ്യമായ നിലയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് ചരിത്രം പറയുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ പറയും, പടച്ചോനോട്, പടച്ചോനെ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കാൻ അർഹനല്ല. പടച്ചവനെ, അത് വിനയത്തിന്റെ ലക്ഷണമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണ്? 2-ാം ഉമർ എന്നറിയപ്പെടുന്ന മഹാനാണ്. എന്നിട്ടും അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് അദ്ദേഹം പറയും, പടച്ചവനെ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കാൻ അർഹനല്ല റബ്ബേ, പക്ഷേ ഞാൻ നിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയുള്ളവനാണ്, നിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയുള്ളവനാണ്. ഞാൻ പറഞ്ഞാൽ നീ കേൾക്കും. ആ രൂപത്തിലുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത് എന്നതാണ്. അതുപോലെ ഭയവും പ്രത്യാശയും ഉണ്ടാകണം. പടച്ചവനോട് പ്രാർത്ഥിക്കുമ്പോ അൽ-ഈമാനു ബൈനൽ ഖൗഫി വർ-റജാഇ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ നിരാശ ഒരിക്കലും പാടില്ല. നിരാശ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, ഇതുവരെ റബ്ബ് കേട്ടിട്ടില്ലല്ലോ എന്ന നിരാശ. നാം നേരത്തെ പറഞ്ഞ ആ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ജീവിതത്തിന്റെ സായം സന്ധ്യയിലെത്തിയ സമയത്തും ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅന റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. പടച്ചോനെ, കണ്ടിലജിന്റെ മുടി നരച്ചു പോയിട്ടുണ്ട്. ഇക്കാലം അത്രയും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കാണ്. ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ടാണ് റബ്ബെ പ്രാർത്ഥിച്ചത്. പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിലും പടച്ചോനെ, വലമ്മകും ബിദുആഇക റബ്ബി ശഖിയ, പടച്ചോനെ, ഞാൻ നിന്നോടുള്ള പ്രാർത്ഥനയിൽ നിർഭാഗ്യവാനല്ല, എനിക്ക് ഒരിക്കലും അതിൽ നിന്നൊരു പിന്മാറ്റമില്ല. പടച്ചവനെ, എനിക്ക് നിരാശയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത്. ഇതൊക്കെ പ്രാർത്ഥനയിൽ സ്വീകരിക്കേണ്ട മര്യാദകളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട രൂപത്തിൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ചില ശ്രദ്ധ നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് വുളു ഉണ്ടായിരിക്കൽ നല്ലതാണ്. സുന്നത്താണ് എന്നല്ല, ചെയ്യണം എന്നല്ല, ഉണ്ടാവൽ നല്ലതാണ്. കഅബക്ക് നേരെ തിരിഞ്ഞു നിൽക്കൽ നല്ലതാണ്. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അദ്ദുആഉ ബൈനൽ അദാനി വൽ ഇഖാമ ലാ യുറദ്ദു എന്നത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തട്ടിമാറ്റുകയില്ല. അതുകൊണ്ട് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന ജുമുഅ ദിവസത്തിലെ ഒരു പ്രത്യേക സമയത്തുള്ള പ്രാർത്ഥന, അത് ഏതാണ് സമയം എന്ന് ഹദീസുകളിൽ നിന്ന് കൃത്യമല്ല. അറഫ ദിനത്തിലെ പ്രാർത്ഥന,
നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന ഏറെ പ്രാധാന്യത്തോട് കൂടിയിട്ട് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. ഖുർആൻ പാരായണം എന്ന പുണ്യകർമ്മം നിർവഹിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന മസ്ജിദുൽ ഹറാം, അറഫ, മഖാമു ഇബ്രാഹിം, സഫ മർവ കുന്നുകൾ, സംസം കിണറിന് സമീപം ഇതുപോലെയുള്ള നമുക്ക് ആ പുണ്യ സ്ഥലങ്ങളിൽ എത്തിപ്പെടാനുള്ള ഭാഗ്യം ലഭിച്ചാൽ ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാമുള്ള പ്രാർത്ഥന ഇങ്ങനെയൊക്കെയുള്ളത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ പോരാ. ഏതെങ്കിലും രൂപത്തിൽ ആ സമയം ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞാൽ പോരാ. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടും ഉത്തരം കിട്ടാനുള്ള സാധ്യതകൾ എവിടെയാണോ ആ സാധ്യതകളെ പരിഗണിച്ചുകൊണ്ടുമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കേണ്ടത്. വിഖ്യാത പണ്ഡിതനായ ഇബ്രാഹിമുൽ അദ്ഹബ് റഹിമഹുല്ല അദ്ദേഹത്തോട് ചോദിച്ചു ആളുകൾ, ഞങ്ങൾ കുറേ ദുആ ചെയ്ത് നോക്കുന്നുണ്ട്, പലപ്പോഴും ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല, എന്തായിരിക്കും കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പക്ഷേ ആ അള്ളാഹുവിന് പലപ്പോഴും നിങ്ങൾ വഴിപ്പെടുന്നില്ല. പ്രവാചകനെ നിങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ അവിടുത്തെ പാത നിങ്ങൾ പിന്തുടരുന്നില്ല. ഖുർആൻ നിങ്ങൾ ഓതുന്നുണ്ട്, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുന്നില്ല. സൽക്കർമ്മങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷേ ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കുന്നില്ല. തെറ്റുകൾ ചെയ്താൽ നരകത്തിൽ പോകും എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു, എന്നാൽ അതിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. പിശാച് ശത്രുവാണ് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, പക്ഷേ ആ പിശാചിൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ദൈനംദിനമുള്ള പ്രാർത്ഥനകളിൽ ഈ ഒരു രീതി നമ്മൾ സ്വീകരിക്കുകയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കടന്നു വരാനുള്ള വിശുദ്ധ റമളാൻ മാസത്തിലേക്ക് വരുമ്പോൾ ഇത് പൂർണ്ണ ബോധ്യത്തോടുകൂടി ആ പ്രാർത്ഥന നിരതമാകുന്ന ആ സമയങ്ങളിൽ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കളനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. റമളാനിൻ്റെ തൊട്ട് മുമ്പുള്ള ദിനങ്ങളിലാണ് നമ്മൾ ഉള്ളത്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ആർക്കെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ, കഴിഞ്ഞ വർഷത്തെ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അത് നോറ്റ് വീട്ടേണ്ടത് ഈ സമയത്തൊന്നുമല്ല. ഏറ്റവും അടുത്ത സമയം ഏതാണോ, ഒരു നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ കൃത്യമായ സമയം അതിൻ്റെ തൊട്ടടുത്ത്, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും തൊട്ടടുത്ത് അയാൾക്ക് സൗകര്യപ്പെടുന്ന സമയം ഏതാണോ അതാണ്, അപ്പോഴാണ് നോൽക്കേണ്ടത്. പക്ഷേ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, അതിങ്ങനെ നോൽക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ അവസാനം റമളാനിൻ്റെ തൊട്ട് മുമ്പ് ശഅബാനിലായിരുന്നു പലപ്പോഴും ഞങ്ങൾ നോറ്റ് വീട്ടിയിരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് ആ കാലം വരെ വേണമെങ്കിൽ നമുക്കങ്ങനെ നീട്ടിക്കൊണ്ട് പോകാവുന്നതാണ്. എന്നിരുന്നാലും ആ സമയത്ത് നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അത് നോക്കി വീട്ടണം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, മറ്റു പല കാരണങ്ങളെ കൊണ്ടും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ബാക്കിയുള്ള നോമ്പ് കൃത്യമായി നോറ്റ് വീട്ടുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അതുപോലെ നമ്മളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് റമളാനിന് വേണ്ടി. ആ ഒരുക്കം ജുമാക്ക് വരുന്ന കാര്യത്തിലും കൂടി, ഇപ്പോൾ 12:41 ഇന്ന് ബാങ്ക്, എനിക്ക് അല്പം കൂടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അല്പം കൂടി നേരെ ഒരു ജുമാക്ക് വന്നാൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ, ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ, പ്രയോഗവൽക്കരിക്കാൻ ഇതൊക്കെ സാധിക്കണം. അതിനുതകുന്ന വിധത്തിൽ ജുമായിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽ ചിന്തകളോടുകൂടി, സൽക്കർമ്മങ്ങളോടുകൂടി ജീവിക്കുന്ന വിശ്വാസിനികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പൊറുത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്കും നീ പൊറുത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, വിശ്വാസിനികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ റഹ്മാനെ.
അവരുടെ ബർസഹിയായ ജീവിതം നീ സുരക്ഷിതമാക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, പല വിധത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ഇന്നും പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള കുറേ ആളുകളുണ്ട്. അള്ളാഹുവെ, അത്തരത്തിൽ രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നീ പൂർണ്ണമായും ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നിശേഷം രോഗമില്ലാത്തവരെ പോലെ രോഗമുക്തി നേടാനുള്ള ഭാഗ്യം അവർക്ക് നീ നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഈമാനോട് കൂടി ജീവിച്ച് അങ്ങനെ തന്നെ ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ